സച്ചിയോട് മാപ്പിനയക്കേണ്ട രേവതി. ചെമ്പനീർ പൂവ് കഥ മാറി മറിയുന്നു. ചെമ്പനീർ പൂവ് പ്രേക്ഷകർക്ക് ഒരു കിടിലൻ പ്രൊമോ തന്നെയാണെന്നതിന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ സച്ചിയുടെ ആ ഒരു മനസ്സ് നമ്മുടെ രേവതി തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത്. ശേഷം നമ്മുടെ രേവതി അത് നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുമുണ്ട്, ആ ശോഭൻ ചേട്ടൻ്റെ ഭാര്യയെ ചികിത്സിക്കാൻ വേണ്ടിയാണ് സച്ചി ആ മാല പണയം വെച്ചതെന്ന ഒരു സത്യം നമ്മുടെ രവീന്ദ്രനും അറിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ്റെ കണ്ണു നിറഞ്ഞ് ഒഴുകുന്ന ഒരു ദൃശ്യങ്ങളും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സച്ചിയുടെ നന്മ നമ്മുടെ രേവതി മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷേ സച്ചി അപ്പുറത്ത് നമ്മുടെ ആ മാല തിരികെ പണയത്തിൽ നിന്ന് എടുത്ത ശേഷം നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് ചെന്ന് രേവതിയുടെ അമ്മയുടെ കയ്യിലേക്ക് ആ മാല തിരികെ ഏൽപ്പിക്കുന്ന രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മയുടെ മകൾ ഈ ഒരു മാലയുടെ പേരിൽ എന്നെ നടു റോട്ടിലിട്ടാണ് അപമാനിച്ചത്. ഇനി എന്നെ എനിക്ക് സഹിക്കാനാവില്ല. ഞാനൊരു ആണാണെങ്കിൽ ഈ മാല ഇനി ധരിക്കരുത്, നിങ്ങൾക്കൊന്നും തോന്നരുതെന്നും പറഞ്ഞ് മാല നമ്മുടെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഏൽപ്പിക്കുന്ന രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് അവരും ഇനി ശാന്തമാക്കി സച്ചിയെ വിടുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മുടെ സച്ചി പിന്നീട് നമ്മുടെ കാറിൽ കിടന്ന് ഉറങ്ങുന്ന രംഗവും നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ സച്ചിയെ വിളിക്കാതെ ഇങ്ങനെ സച്ചി ഇങ്ങനെ ആ ഒരു സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ശേഷം സച്ചി എഴുന്നേറ്റ ശേഷം ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ എൻ്റെ മകൻ ഒത്തിരി ചെറുതായാലും അവരുടെ മുമ്പിലെല്ലാം കേട്ട് നിന്നല്ലോ എന്നും പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. സച്ചിയുടെ ആ മനസ്സറിഞ്ഞ രേവതിയും രവീന്ദ്രനും അതൊക്കെ തന്നെയാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുവാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.